അഴിമതി ആര് കാണിച്ചാലും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖ വകുപ്പിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കെ.എം. എബ്രഹാമിന്റെ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടിയത് കൂടുതൽ വ്യക്തത വരുത്താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജേക്കബ് തോമസിൽ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പറഞ്ഞത് വിജിലൻസ് ഒരു കേസിൽ അന്വേഷണം പൂർത്തിയാക്കി. ആ അന്വേഷണം പൂർത്തിയാക്കിയത് സംബന്ധിച്ച് മറ്റൊരു ഏജൻസി സാധാരണ നിലക്ക് വിജിലൻസിൻ്റെ മേലെയല്ല ഇത്തരം കാര്യങ്ങളിൽ മറ്റേതൊരു ഏജൻസി, പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഏജൻസികൾ വരണം. നമ്മുടെ സംസ്ഥാനത്ത് വേറെ ഏജൻസി ഇല്ല എന്നാണ് നമ്മുടെ ഒരു പ്രാഥമിക ധാരണ. അപ്പോൾ വേറൊരു ഏജൻസി ഇത് സംബന്ധിച്ച് മറ്റൊരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ വശം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം അവർക്ക് പോകാം, അപ്പോൾ അത് ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിന് തന്നെ എത്രത്തോളം പോകാം, എന്താണ് അവരുടെ സാധാരണ നിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതടക്കം പരിശോധിക്കേണ്ടതായിട്ട് പൂർണ്ണ വിശ്വാസത്തിലാണിപ്പോൾ. ഒരു സംശയവും വേണ്ട, പൂർണ്ണ വിശ്വാസം തന്നെയാണ്. പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾ വിജിലൻസ് ഡയറക്ടർ അല്ലാതിരിക്കും, വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. സർക്കാരിന് പൂർണ്ണ വിശ്വാസം ഇല്ലാത്ത ഒരാൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. ലോ അക്കാദമി ഭൂമി പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരു പരിശോധനയ്ക്കും ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. ഇതേതോ ഒരു പിള്ളയുടെ കാര്യം പറഞ്ഞില്ലേ, നടരാജപിള്ള. ആ നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിനു മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. അക്കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ ഈ സർക്കാരിന് കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. പഞ്ചാബിലും ഗോവയിലും വിധിയെഴുത്ത്. പഞ്ചാബിലും ഗോവയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളിലും പോളിംഗ് മന്ദഗതിയിലാണ്. ആദ്യ 4 മണിക്കൂറിൽ പഞ്ചാബിൽ 20%, ഗോവയിൽ 22% പോളിംഗ് രേഖപ്പെടുത്തി. വിവരങ്ങൾ മനു ശങ്കരൻ നൽകും. മനു, കാടടച്ചുള്ള പ്രചരണമായിരുന്നു ഇരു സംസ്ഥാനങ്ങളിലും. പഞ്ചാബിൽ ത്രികോണ മത്സരത്തിന്റെ ചൂട്, ഗോവയിൽ ചതുഷ്കോണ മത്സരത്തിന്റെ ചൂട്. പക്ഷേ ആ പ്രചാരണത്തിന്റെ ഫലമൊന്നും ആദ്യ മണിക്കൂറുകളിൽ കാണുന്നില്ല എന്നാണോ മന്ദഗതിയിൽ നിന്നുള്ള പോളിംഗിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ രണ്ടിടത്തും ഭരണകക്ഷിയായ BJP സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണമോ? അത്തരമൊരു സാധ്യതയാണ് ആദ്യ 2 മണിക്കൂറിലെ പോളിംഗ് ശതമാനങ്ങളെല്ലാം കാണിക്കുന്നത്. BJPക്ക് പ്രത്യേകിച്ച് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടിംഗ് ശതമാനം വളരെ കുറവായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആദ്യ 2 മണിക്കൂറുകളിൽ പഞ്ചാബിൽ നിന്നും ഗോവയിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ആദ്യഘട്ട പോളിംഗ് ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ്. ഇതിൽ പഞ്ചാബിൽ ഗോവയിലും ഈ ഒരു മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ 22% പോളിംഗ് ആണ് 2 മണിക്കൂർ കഴിയുമ്പോൾ നിലവിൽ ലഭിക്കുന്നത്. ഗോവയിലാകട്ടെ 20% പോളിംഗ് പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. 10:30 വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അതേസമയം 117 സീറ്റുകളിലേക്കാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. 1147 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പഞ്ചാബ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. 10 വർഷം സംസ്ഥാനം ഭരിച്ച BJP അകാലിദൾ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകി. കോൺഗ്രസും ആം ആദ്മിയും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് അവസാന ഘട്ടത്തിലും നടത്തിയത്. ഇതിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും ക്യാപ്റ്റൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ അമരീന്ദർ സിംഗും മത്സരിക്കുന്ന ലാംബി മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ 25% പോളിംഗ് ആദ്യ 2 മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിരുന്ന ലാംബി മണ്ഡലത്തിൽ ഇപ്പോൾ 16% പോളിംഗ് മാത്രമാണ് 2 മണിക്കൂർ കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം ഈ BJPയുടെയും അതോടൊപ്പം അകാലിദൾ സഖ്യത്തിന്റെയും വലിയൊരു കോട്ടയായിരുന്നു ജലാലാബാദ് മണ്ഡലം. ഇവിടെയും ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലും അതോടൊപ്പം ആം ആദ്മിയുടെ ഭഗവത് മാനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയും 10 വർഷത്തോളമായി സുഖ്ബീർ സിംഗ് ബാദൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന മണ്ഡലം. ഇവിടെയാകട്ടെ ഇത്തവണ അത്ര കനത്ത ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടില്ല. 14% പോളിംഗ് മാത്രമാണ് ഈ മണ്ഡലത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കോൺഗ്രസ്
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മുൻ ക്രിക്കറ്റ് താരവുമായിരുന്ന നവജോത് സിംഗ് സിദ്ധു മത്സരിക്കുന്ന അമൃത്സർ ഈസ്റ്റിൽ ഇത്തവണ 27% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോൺഗ്രസിനും ആം ആദ്മിക്കും തന്നെയാണ് അവസാനഘട്ട സർവേ ഫലങ്ങളിലും മുൻതൂക്കം കൽപ്പിക്കപ്പെട്ടിരുന്നത്. ഇത്തരം ഒരു സാഹചര്യങ്ങളിലേക്കാണ് ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ആം ആദ്മിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന മാൽവ മേഖലയിൽ 69 മണ്ഡലങ്ങളിലും മികച്ച രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20% അടുത്തുള്ള പോളിംഗ് ആണ് ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗ്രാമീണ മേഖലകളിലെ കനത്ത പോളിംഗ് ആം ആദ്മിക്ക് ഗുണകരമാകുമെന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ഗോവയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 40 സീറ്റുകളിൽ 250 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ചതുഷ്കോണ മത്സരമാണ് ഗോവയിൽ പുരോഗമിക്കുന്നത്. BJPക്കും കോൺഗ്രസിനും ആം ആദ്മിക്കും പുറമെ മുൻ RSS നേതാവ്, അതോടൊപ്പം ചില വിമതരും, അതോടൊപ്പം ശിവസേനയും ഗോവന്ത കക്ഷികളും കൂടി ചേർന്നിട്ടുള്ള കക്ഷി വലിയ രീതിയിൽ ഒരു ഹിന്ദു വോട്ടുകളുടെ ഭിന്നത BJPക്ക് ഈ ശിവസേന ഗോമത സഖ്യത്തിനുമിടയിൽ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരമൊരു മുന്നേറ്റം ഗോവയിൽ പുരോഗമിക്കുന്നു. കഴിഞ്ഞ തവണ 21 സീറ്റുകളുമായി BJP അധികാരം നിലനിർത്തിയ ഗോവയിൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ കേന്ദ്രമന്ത്രി മനോഹർ പരീക്കർ തന്നെ എത്തിയേക്കുമെന്ന സൂചനകൾ ഇപ്പോൾ ശക്തമായി വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ മുമ്പാകെ അല്പസമയം ഗോവയിലും പഞ്ചാബിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളിലും ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലാണ്. ഏകദേശം 12 മണി കഴിയുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലാണ് പോളിംഗ്. ഇതുവരെ 20% മാത്രമാണ് പോളിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വലിയ പ്രചാരണങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇരു സംസ്ഥാനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ചതുഷ്കോണ മത്സരം ഗോവയിൽ നടക്കുമ്പോൾ പഞ്ചാബിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. വലിയ പോരാട്ടമാണ് നടക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. ലോ അക്കാദമി സമരത്തിൽ സമവായ ശ്രമവുമായി CPI രംഗത്ത്. സമരത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPI നേതാക്കളായ കാനം രാജേന്ദ്രനും പന്ന്യൻ രവീന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഫോർമുല രൂപീകരിക്കണമെന്നും CPI നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം ലോ അക്കാദമി വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കോളേജ് മാനേജ്മെന്റുമായും സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രതിനിധികളുമായും ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട് ലോ അക്കാദമിയിൽ നിന്നും. ജീവൻ, ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച, ഒപ്പം തന്നെ സമവായ ശ്രമങ്ങൾക്ക് CPIയുടെ ശ്രമം, കോടിയേരി ബാലകൃഷ്ണനെ കാണുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മനു, വിദ്യാർത്ഥി സമരം 25-ാം ദിവസത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി യോഗം വിളിച്ചിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിന്റെ ചേംബറിലാണ് ഒത്തുതീർപ്പ് ചർച്ച നടക്കുക. SFI അടക്കമുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും വിളിച്ചിട്ടുണ്ട്. എന്നാൽ SFI അടക്കമുള്ള സമരത്തിൽ നിന്ന് പിൻവാങ്ങിയ സംഘടനകൾ ചർച്ചയ്ക്കെത്തുകയാണെങ്കിൽ അതിൽ പ്രതിഷേധിക്കുമെന്നതാണ് മറ്റിതര വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ഒരുപക്ഷെ ബഹളം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ലോ അക്കാദമിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ PS നടരാജപിള്ളയുടെ കാലത്താണ് ഇതിന്റെ ഭൂമി ഇവർക്ക് സർക്കാരിലേക്ക് വന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ലോ അക്കാദമിയിലെ സമരങ്ങളിൽ വളരെ സജീവമായി തന്നെ സർക്കാർ ഇടപെടുന്നുണ്ട്. എന്നാൽ വി മുരളീധരന്റെ സമരത്തിൽ ഇടപെട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ശരിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി രമേശ് ചെന്നിത്തല സമരമണ്ഡലം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ലോ അക്കാദമിയുടെ ഭൂമി തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഈ രണ്ടഭിപ്രായമാണ് എന്നതാണ് തെളിയിക്കുന്നത്. അതാണ് റവന്യൂ മന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രസ്താവനകൾ തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും സമരം ഓരോ ദിവസം ചെല്ലുന്തോറും സമരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ അനുവാദത്തിൽ, നേരത്തെ ഉണ്ടായിരുന്ന അനുവാദത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും സമരം ഇപ്പോഴും സജീവമായി തന്നെ തുടരുകയാണ്. DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഇന്ന് 3-ാം ദിവസം. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരുകയാണ്. നോട്ട് നിരോധനം സൃഷ്ടിച്ച കടുത്ത തൊഴിലില്ലായ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പരിഹാരം കാണണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നോട്ട് നിരോധനം കടുത്ത തൊഴിലില്ലായ്മ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മറികടക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതിനായി പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കണം. കള്ളപ്പണം പിടിച്ചെടുക്കുകയും കിട്ടാക്കടം തിരിച്ചുപിടിക്കുകയും വേണം. അപ്പോൾ DYFI ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇന്നത്തെ ഡിമോണിറ്റൈസേഷന്റെ പശ്ചാത്തലത്തിലും തൊഴിൽ രഹിത വളർച്ചയുടെ പശ്ചാത്തലത്തിലും ഗവൺമെന്റ് ചെയ്യേണ്ടത് വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അന്യായമായ നികുതി ഇളവുകൾ അവസാനിപ്പിക്കണം. ഏതാണ്ട് 35 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്.
ഈ സർക്കാരിന് ധൈര്യവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ലിസ്റ്റ് സർക്കാരിൻ്റെ പക്കലുണ്ട്. ആ കള്ളപ്പണം പിടിച്ചെടുത്ത് ഇന്ത്യയിലെത്തിക്കുക. 8.5 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം, അതിൽ സിംഹഭാഗവും വൻകിടക്കാരുടേതാണ്, NPA. അത് തിരിച്ചു പിടിക്കണം. സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണത്തിനായി ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണം. കാമ്പസുകളിലെ ജാതി വിവേചനം തടയാൻ രോഹിത് വെമുലയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരണം. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക ബജറ്റ് വിഹിതം അനുവദിക്കണം. ഇവർക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വവർഗ ലൈംഗികതയെ ക്രിമിനൽ കുറ്റമായി കാണുന്ന മനോഭാവം മാറണം. ഇതിനായി ബോധവൽക്കരണ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പ്രതിനിധി സമ്മേളനത്തിൽ തുടരും. സംഘടനയിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ജാതി വിവേചനം ഇന്ത്യയിൽ എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ ശനിയാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശവുമായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിച്ചു. സമ്മേളനത്തിനായി കൊച്ചിയിലെത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവച്ചത്. പോർച്ചുഗൽ, ഗ്രീസ്, ക്യൂബ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവോയ് മുഖർജിയിൽ നിന്ന് പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം സമ്മതപത്രം ഏറ്റുവാങ്ങി. മാതൃകാപരമായ ഈ ദൗത്യത്തെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അഭിനന്ദിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. To donate my organs upon my death for the treatment of others. അവയവദാനമെന്ന മഹത്തായ സന്ദേശം കൊണ്ടുകൂടി ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിന്റെ ഭാഗമായി. സമീർ വഴങ്ങോട്, കൊച്ചി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കലവറയിൽ ഒരുക്കുന്നത്. ജൈവ പച്ചക്കറികളും നാടൻ ചേരുവകളും ചേർത്ത് പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ വിഭവങ്ങൾ പാകപ്പെടുത്തുന്നത്. ദിവസേന 1500-ലധികം പേർക്കാണ് സമ്മേളന നഗരിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. സമ്മേളനത്തിനായി നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ജൈവ കൃഷിയുടെ വിളവ് ഉപയോഗിച്ചാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിൽ 200ഓളം തൊഴിലാളികൾ ചേർന്നാണ് പാകം ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണത്തിനായി ഇഡലി, ദോശ, ആലു ചപ്പാത്തി, പൂരി മസാല തുടങ്ങി വലിയ നിര തന്നെയുണ്ട്. ഉച്ചഭക്ഷണത്തിനായി കരിമീൻ, ബീഫ്, ചിക്കൻ, മട്ടൻ ഇങ്ങനെ നീളും വിഭവങ്ങളുടെ പട്ടിക. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകിയാണ് സദ്യ ഒരുക്കുന്നത്. തൈരും ദാലും അച്ചാറും 3 നേരവും ഇവർക്ക് വേണം, ഈ നോർത്തിൽ നിന്ന് വരുന്നവർക്ക്. ദിവസേന 1500-ലധികം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള സ്വാദൂറും വിഭവങ്ങളാണ് 10ാമത് അഖിലേന്ത്യാ ഡിവൈഎഫ്ഐ സമ്മേളനത്തിനായി വിളമ്പിയത്. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. കേരളത്തിന്റെ ഇന്നലകൾ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളന വേദിയിലെ ചരിത്ര ചിത്ര പ്രദർശനത്തിൽ. ആയിരങ്ങളാണ് ഓരോ ദിവസവും പ്രദർശനം കാണാൻ എത്തുന്നത്. കറുത്തിരുണ്ട നാളുകളിൽ നിന്നും പുതിയ വെളിച്ചത്തിലേക്ക് നാടിനെ കൈപിടിച്ച് നടത്തിയ ഇന്നലത്തെ പോരാട്ടങ്ങളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നിടുകയാണ് ചരിത്ര ചിത്ര പ്രദർശനം. വഴി നടക്കാനും വിദ്യ നേടാനുമായി കീഴാള ജന നടത്തിയ പോരാട്ടങ്ങൾ, കല്ലുമാലയും മറക്കുടയും വലിച്ചെറിഞ്ഞ സ്ത്രീ മുന്നേറ്റങ്ങൾ, അങ്ങനെ നാടിന്റെ ചരിത്രത്തെ വരകളിലൂടെയും വാക്കുകളിലൂടെയും വരച്ചിടുകയാണിവിടെ. വിജ്ഞാനദാഹികൾക്ക് മുതൽക്കൂട്ടാകുന്നതാണ് പ്രദർശനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളം എങ്ങനെ ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികൾ എന്തൊക്കെയാണ് എന്നിവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രോഹിത് വെമുല നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ഇതിനൊപ്പം പുസ്തക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ പ്രസാധകരുടെ സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ട്. യുവാക്കളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാൻ ഓരോ ദിവസവും എത്തുന്നത്. നാടിന്റെ അറിയപ്പെടാത്ത ചരിത്രം അനാവരണം ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര ചിത്ര പ്രദർശനം.
കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം സാലി മുഹമ്മദ്. ഭരണഘടനയുടെ മതനിരപേക്ഷമായ അന്തസ്സത്തെ അട്ടിമറിക്കാൻ RSSും BJPയും ശ്രമിക്കുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ദേശീയതയുടെ ഉള്ളടക്കത്തിലേക്ക് ഹിന്ദു ദേശീയതയെ കൊണ്ടുവരാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്നും കാരാട്ട് പറഞ്ഞു. DYFI അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ മതനിരപേക്ഷ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കലാണ് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നിരിക്കെ RSSന്റെ രാഷ്ട്രീയ വിഭാഗമായ BJP അധികാരം കൈയാളുന്നത് മതനിരപേക്ഷതയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി പ്രധാന കേന്ദ്രങ്ങളിൽ അവർ ആശയപ്രചാരണം നടത്തുന്നു. ജുഡീഷ്യറിയെ സ്വാധീനിക്കാനും ഇക്കൂട്ടർ ശ്രമിക്കുന്നു. ഹിന്ദു ദേശീയത അംഗീകരിക്കാത്തവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുന്ന പ്രവണത ഏറി വരുന്നുവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. RSS through the instrument of the BJP government has chalked out a long-term plan for subverting the Indian Republic and the Constitution from within. അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മതനിരപേക്ഷ സംഗമത്തിൽ ജോൺ ഫെർണാണ്ടസ് MLA അധ്യക്ഷനായിരുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി, P. രാജീവ്, MB രാജേഷ്, M. സ്വരാജ്, KN ബാലഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അധോലോക സംഘമായ RSSനെ തിരിച്ചറിയുക എന്ന മുദ്രാവാക്യമുയർത്തി CPIM നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 206 കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് നേരെ ബോംബേർ വിഷ്ണുവിനെ കൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതിച്ച സംഭവം തുടങ്ങി RSS നടത്തുന്ന ഹീനമായ പ്രവൃത്തികൾ ജനമധ്യത്തിൽ തുറന്നുകാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പറമ്പിക്കുളം ആളിയാർ കരാർ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി കേരളം രംഗത്ത്. അടുത്തയാഴ്ച തമിഴ്നാടുമായി നടക്കുന്ന ചീഫ് സെക്രട്ടറി തല ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ്. ഡാമുകളിൽ നിന്ന് തമിഴ്നാട് വെള്ളം ചോർത്തുന്നത് തടയാൻ നടപടികൾ സ്വീകരിച്ചതായും ജലവിഭവ വകുപ്പ് മന്ത്രി പാലക്കാട് പറഞ്ഞു. നീതിയുക്തമല്ലാത്ത വ്യവസ്ഥകളാണ് പറമ്പിക്കുളം ആളിയാർ കരാറിലുള്ളത്. തമിഴ്നാടിന് പൂർണ്ണമായും പ്രയോജനം ലഭിക്കുന്ന വ്യവസ്ഥകളായിരുന്നിട്ടും അതുപോലും ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് നദീജല കരാർ ഉഭയകക്ഷി സമ്മതത്തോടെ പുനഃപരിശോധിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. അടുത്തയാഴ്ച ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ നടത്തുന്ന ചർച്ചയിൽ ഇക്കാര്യവും ഉന്നയിക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. അടുത്ത ആഴ്ച ആദ്യഘട്ടവും ആയിട്ട് ചീഫ് സെക്രട്ടറിമാർ തമ്മിലുള്ള സെക്രട്ടറി തല ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാർ പുനരവലോകനം ചെയ്യാൻ വേണ്ടി ആ കരാറത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ചീഫ് സെക്രട്ടറി സംസാരിക്കുമ്പോൾ ഈ കരാർ റിവ്യൂ ചെയ്യുന്ന സംഗതി കൂടി ചർച്ചാ വിഷയമാക്കും. തമിഴ്നാടുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. നദീജല കരാറുകൾ തമിഴ്നാട് തുടർച്ചയായി ലംഘിക്കുമ്പോഴും കേരളം സംയമനം പാലിക്കുന്നത് ബലഹീനതയായി കാണരുതെന്നും മന്ത്രി പറഞ്ഞു. കോയമ്പത്തൂരിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ശിരുവാണി ഡാമിലെ കരുതൽ ശേഖരം കൂടി വേണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കരാർ വ്യവസ്ഥകൾ പാലിച്ചാൽ കരാറിന് പുറത്തെ കാര്യങ്ങളിൽ ചർച്ചയാകാമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഡാമുകളിൽ നിന്ന് തമിഴ്നാട് വെള്ളം ചോർത്തുന്നത് തടയാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. അളവിൽപ്പെടാതെ വെള്ളം കൊണ്ടുപോകാൻ കഴിയുമായിരുന്ന ചില സംവിധാനങ്ങൾ രഹസ്യമായി തമിഴ്നാട് ഒരുക്കിയിരുന്നു. അത് ചിലതൊക്കെ കണ്ടെത്തി ഇല്ലാതാക്കാനുള്ള നടപടികൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഈ വരൾച്ച കാലത്ത് കേരളം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഹമ്മദിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. മരണത്തെ തുടർന്നുണ്ടായ മുഴുവൻ സംഭവങ്ങളും വിശദമായി അന്വേഷിക്കണമെന്ന് പിണറായി വിജയൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന പാർലമെന്റ് അംഗം അഹമ്മദിന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കാകെയും ഉണ്ടായിട്ടുള്ള ആശങ്കകളുടെ വെളിച്ചത്തിൽ മരണത്തെ തുടർന്നുണ്ടായ മുഴുവൻ സംഭവങ്ങളും വിശദമായി അന്വേഷിക്കണമെന്ന് പിണറായി വിജയൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും കത്തിൽ പറയുന്നു. പാർലമെന്റിനുള്ളിൽ കുഴഞ്ഞു വീണ അഹമ്മദിനെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്കാണ് നേരിട്ട് കൊണ്ടുപോയത്. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രത്യേക പരിഗണന നൽകുന്ന കാര്യത്തിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ പാർലമെന്റ് അംഗങ്ങളോടും കുടുംബാംഗങ്ങളോടും ആശുപത്രി ജീവനക്കാർ സ്വീകരിച്ച സമീപനത്തിന്റെ കാര്യത്തിലും ഗൗരവമായ ആശങ്കയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനുഷികമായ സമീപനമാണ് വേണ്ടിയിരുന്നതെന്നും പറയാതെ വയ്യ. അഹമ്മദിന്റെ ദില്ലിയിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചതിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നതായും പിണറായി വിജയൻ കത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. നന്മയുള്ളവരുടെ നടുവിലാണ് താനെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. CM എല്ലാം പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്മയുള്ളവരുടെ നാടിൻ്റെ നടുവിൽ നിൽക്കുകയല്ലേ. സജേഷ് നൽകും വിശദാംശങ്ങൾ. സജേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ജേക്കബ് തോമസ് പറഞ്ഞത്? മനു, കഴിഞ്ഞ ദിവസം ജേക്കബ് തോമസിനെതിരെ നടപടിക്ക് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിരുന്നു. ഈ നടപടി ശുപാർശയ്ക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു. ജേക്കബ് തോമസിന്റെ പൂർണ്ണ വിശ്വാസം എന്ന നിലയിലാണ് മുഖ്യമന്ത്രി കോഴിക്കോട് പ്രതികരിച്ചത്. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോഴാണ് ജേക്കബ് തോമസ് ഇക്കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല, കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്ന തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനപ്പുറം ഞാൻ എന്താണ് പറയേണ്ടത്? നന്മയുള്ളവരുടെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 685 കേസുകൾ വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുകളിൽ ഉന്നതരും ഉണ്ടായേക്കാം. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. നിലവിൽ വിവാദമായിട്ടുള്ള പോർട്ട് ഡയറക്ടർ ആയിരിക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പറയേണ്ട മുഖ്യമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറം ഒന്നും പറയാനില്ലെന്നാണ് ജേക്കബ് തോമസ് പ്രതികരണം. മനു. ശരി, MR സജേഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ABVP വിദ്യാഭ്യാസ ബന്ദിന്റെ മറവിൽ PSC കോച്ചിംഗ് സെന്ററിന് നേരെ RSS BJP പ്രവർത്തകരുടെ ആക്രമണം. വൈക്കത്തെ PSC കോച്ചിംഗ് സെന്ററിലാണ് കഞ്ചാവ് കേസിൽ പ്രതികളായ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ സംഘപരിവാറുകാർ അഴിഞ്ഞാടിയത്. ദണ്ഡയോയർത്തുണികളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ അസഭ്യവർഷം. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ People TVക്ക് ലഭിച്ചു. ശോഭാ സുരേന്ദ്രന്റെ ജാഥയ്ക്ക് ഫണ്ട് നൽകാത്തതാണ് സംഘപരിവാരത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് ആരോപണം. ലോ അക്കാദമി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ABVP സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിന്റെ മറവിലാണ് 10ഓളം വരുന്ന RSS BJP അക്രമി സംഘം കോച്ചിംഗ് സെന്ററിലേക്ക് ഇരച്ചു കയറിയത്. കസേരകൾ എറിഞ്ഞും കയ്യിലിരുന്ന ദണ്ഡ ഭിത്തിയിലടിച്ചും വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിയ ഇവർ അസഭ്യവർഷം ചൊരിയുകയായിരുന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഗർഭിണികളടക്കമുള്ള വിദ്യാർത്ഥികൾ ഭയചകിതരായി. കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ യുവമോർച്ച പടിഞ്ഞാറേക്കര യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത്, യുവമോർച്ച ഉദയനാപുരം പഞ്ചായത്ത് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് അമൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടം. ശോഭാ സുരേന്ദ്രന്റെ കള്ളപ്പണ പ്രചാരണ ജാഥയ്ക്ക് 10,000 രൂപ ആവശ്യപ്പെട്ട് BJP നേതാക്കൾ സമീപിച്ചപ്പോൾ നൽകാൻ തയ്യാറാകാത്തതാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആരോപണമുണ്ട്. PSC കോച്ചിംഗ് സെന്റർ ഉടമയായ മനു മുൻ ABVP നേതാവ് കൂടിയാണ്. അവർ ABVPയുടെ വിദ്യാഭ്യാസ ബന്ധാണെന്ന് പറഞ്ഞാണ്. നമ്മുടെ സ്ഥാപനത്തിൽ എന്തോ വീഴ്ച വന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുന്ന പോലെയായിരുന്നു. കൂടെ വന്നവർ നമ്മൾ മറ്റു ക്ലാസ്സിലേക്ക് ഇരച്ചു കയറുകയും മുൻപിൽ നിന്ന് കസേരയൊക്കെ എറിഞ്ഞുടയ്ക്കാൻ ശ്രമിച്ച ആള് കഞ്ചാവ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ്. ക്ലാസ്സിൽ ഗർഭിണികളായ 1-2 കുട്ടികളുണ്ടായിരുന്നു. കഞ്ചാവ് മാഫിയക്കെതിരെ പ്രതികരിച്ച വൈക്കത്തെ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച കേസിൽ പ്രതിയായ പ്രശാന്ത് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് PSC കോച്ചിംഗ് സെന്റർ ആക്രമിച്ചത്. അക്രമത്തെക്കുറിച്ച് വൈക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്താനോ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂർ മുല്ലക്കൊടിയിൽ വരൾച്ച കാരണം പാകമാകാറായ നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങുകയാണ്. ഏക്കർ കണക്കിന് ഭൂമി പാട്ടമെടുത്തും ലോണെടുത്തുമെല്ലാം നെല്ലിൽ ഉപജീവനം കണ്ടെത്തുന്ന കർഷകരുടെ ഭാവിയെക്കുറിച്ച് ഭീതിപൂണ്ട മുഖങ്ങളാണ് മുല്ലക്കൊടിയിൽ കാണാനാവുക. കണ്ണൂർ പറശ്ശിനിക്കടവ് മുല്ലക്കൊടി കൈവയലിൽ പാട്ടത്തിന് ഭൂമിയും ലോണെടുത്ത് പണിക്കൂലിയും കണ്ടെത്തി വിത്തിട്ടവരുടെ ഭാവി കത്തുന്ന വെയിലിലും ഇരുളിലാവുകയാണ്. മഴ പേരിനു മാത്രം വന്നുപോയതിന്റെ ദുരന്തമുഖമാണ് മുല്ലക്കൊടി കൈവയൽ. ഒരു കാലത്ത് കണ്ണെത്താ ദൂരത്തോളം പച്ചപിടിച്ചു നിന്നിരുന്ന വയലേലകൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. തോടുകളും കുളങ്ങളും വറ്റിവരണ്ടതോടെ സംഘങ്ങളായും ഒറ്റയ്ക്കും ഏക്കർ കണക്കിന് ഭൂമിയിൽ വിത്ത് വിതച്ചവർ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കതിരുകൾ നോക്കി നെടുവീർപ്പിടുകയാണ്. അത് ഇതുവരെ ഇതേപോലെ തന്നെ ഒരു കാലാവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുമില്ല. നമുക്ക് കൂലിയും കിട്ടാനില്ല, ഇരുന്ന് നെല്ലും ഇല്ല, എല്ലാം പോക്കാന്ന്. മറ്റും നമുക്ക് കുറച്ചെല്ലാം മെച്ചമുണ്ടാകുന്നുണ്ട്. ഈ പ്രാവശ്യം ഇത്ര ദിവസമായി, നമ്മൾ 8 ദിവസമായി, 9 ദിവസമായി മൂരുന്നു. അതിലാണ് ഇന്ന് ആടെ ലേശം നമുക്ക് കൂലിയെടുക്കാനുള്ളത്. ഒരിക്കൽ പോലും അരി വാങ്ങേണ്ടി വന്നിട്ടില്ല. ഇത്തവണ അതും വേണ്ടിവരും. കൂലി കൊടുക്കാൻ പോലും നെല്ലില്ല. അതിനും പണം കണ്ടെത്തണം. നെല്ലൊന്നുമില്ല, ചോറ് വയ്ക്കാൻ ഒരു മണി നെല്ല് കിട്ടാനില്ല. ഇപ്പം അരി വാങ്ങിയിട്ട് കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ മൂരുന്നവർക്ക് ഭക്ഷണം വെച്ച് കൊണ്ടുവരണം. ഇതുവരെ അരി വാങ്ങിയിട്ട് ചോറ് വയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഈ കത്തുന്ന വെയിൽ കരിയിച്ചു കളഞ്ഞത് ഈ നെൽക്കതിരുകളെ മാത്രമല്ല, ഇവരുടെ ജീവിതവും കൂടിയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടെന്ന നോവലിന് നിറങ്ങളിൽ ജീവൻ നൽകിയിരിക്കുകയാണ് 6ാം ക്ലാസ്സുകാരി. കഥാസന്ദർഭങ്ങൾ ലളിതമായും ആഴത്തിലും ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി.
മനസ്സിൽ തെളിഞ്ഞ കഥാപാത്രങ്ങൾ ജീവനോടെ ക്യാൻവാസിലാക്കാനുള്ള മിടുക്കാണ് ചിത്രങ്ങളിൽ. നോവലിലെ പ്രധാന രംഗങ്ങൾക്കെല്ലാം ചിത്രാവിഷ്കാരമുണ്ട്. കഥ വായിച്ചിട്ട് ചിലപ്പോൾ കഥയിലൊരു സെന്റൻസ് ആയിട്ടാവും പോയത്, ചിലപ്പോൾ ഡയലോഗായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചിത്രമായിട്ട് മാറ്റി അങ്ങനെ വരച്ചു. ചിത്രകാരിയായ അമ്മയുടെ ഫോട്ടോ പ്രദർശനവും അധ്യാപികയുടെ പ്രോത്സാഹനവുമാണ് വരയ്ക്ക് പ്രചോദനമായത്. അത് എൻ്റെ അമ്മ ഒരു ചിത്രപ്രദർശനം നടത്തിയിരുന്നു വാട്ടർ ബേർഡ്സിൻ്റെ. അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മേനെ പോലെ ഇങ്ങനെ ഒരു ചിത്രപ്രദർശനം ഈ ആർട്ട് ഗാലറിയിൽ നടത്തണമെന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ 10 പഠിക്കേണ്ടിയിരുന്നത്. ഒരു ചിത്രം ഞാൻ വരച്ച ക്ലാസ്സിൽ നോക്കിയപ്പോൾ ടീച്ചറോ കുട്ടികളൊക്കെ പറഞ്ഞത് നല്ല രസമുണ്ട്. അപ്പോൾ അത് തോന്നി ചിത്രപ്രദർശനം നടത്തണമെന്ന്. 60 ചിത്രങ്ങളിലാണ് നോവൽ കാഴ്ചക്കൊരുങ്ങിയത്. മലപ്പുറം സെന്റ് ജമാസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗായത്രി ഓളക്കൽ എന്ന ഈ കൊച്ചുമിടുക്കി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തമാശ കാർട്ടൂൺ ഹാസ്യമാസികയും മുസരീസ് ഹെൽത്ത് കെയറും സംയുക്തമായി ഏർപ്പെടുത്തിയ മികച്ച കാർട്ടൂണിസ്റ്റിനുള്ള തമാശ മുസരീസ് പുരസ്കാരം സമ്മാനിച്ചു. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനിൽ നിന്ന് മാതൃഭൂമിയിലെ കെ ഉണ്ണികൃഷ്ണൻ അവാർഡ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് മാതൃഭൂമിയിൽ വരച്ച ഓപ്പൺ വോട്ട് എന്ന കാർട്ടൂൺ പങ്ക്തിയെ മുൻനിർത്തിയാണ് അവാർഡ്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ എം മോനായി, എം സാലി സഗീർ എന്നിവർ പങ്കെടുത്തു. ഉദ്യാന കാഴ്ചയുടെ വിസ്മയം പകർന്ന് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ നാളെ തുറക്കും. മാർച്ച് 12 വരെയുള്ള ഇത്തവണത്തെ ഉദ്യാനോത്സവം ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെയും ഭാര്യ സുര മുഖർജിയുടെയും പേരിലാണ് ഇത്തവണത്തെ ഉദ്യാന കാഴ്ചകൾ സന്ദർശകർക്കായി കാത്തിരിക്കുന്നത്. 350 ഏക്കറുള്ള പ്രസിഡന്റ് എസ്റ്റേറ്റിന്റെ ഹൃദയഭാഗമാണ് മുഗൾ ഗാർഡൻ. ലോകത്തെ ഏറ്റവും സുന്ദരമായ ഉദ്യാനങ്ങളിലൊന്ന്. തലസ്ഥാന നിവാസികൾക്കും സന്ദർശകർക്കും വിസ്മയം പകർന്ന് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ നാളെ തുറക്കും. മാർച്ച് 12 വരെയാണ് ഇത്തവണത്തെ ഉദ്യാനോത്സവം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശന സമയം. രുദ്രാക്ഷവും ചന്ദനവുമുള്ള ആത്മീയോദ്യാനം, ഔഷധോദ്യാനം, ചൈന ഓറഞ്ച് ഉൾപ്പെടുന്ന ബോൺസായി ഗാർഡൻ, മ്യൂസിക്കൽ ഗാർഡൻ തുടങ്ങി വിവിധ പൂങ്കാവന കാഴ്ചകളാണ് മുഗൾ ഗാർഡനിൽ കാത്തിരിക്കുന്നത്. 140-ൽ പരം വ്യത്യസ്ത റോസാ ഇനങ്ങളുടെ കാഴ്ചകൾക്കിടയിൽ ഇത്തവണ രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഭാര്യ സുര മുഖർജി എന്നിവരുടെ പേരിലും ഉദ്യാനങ്ങൾ തയ്യാറാണ്. വിദേശ രാജ്യത്തെ നേതാക്കന്മാരുടെ പേരിലും ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലും റോസസ് ഉണ്ട്. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പുതിയൊരു റോസ് വെറൈറ്റി തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച 1911 തന്നെയാണ് മുഗൾ ഗാർഡനും ഒരുങ്ങിയത്. രാഷ്ട്രപതി ഭവനിൽ 15 ഏക്കറിലാണ് വിസ്മയോദ്യാനം. 2015-ൽ 4.5 ലക്ഷത്തോളമായിരുന്ന സന്ദർശകരുടെ എണ്ണം 2016-ൽ 6 ലക്ഷത്തിൽ പരമായാണ് വർദ്ധിച്ചത്. ഈ വർഷവും 2 ലക്ഷം പരം സന്ദർശകരെങ്കിലുമാണ് അധികൃതർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദില്ലി മുഗൾ ഗാർഡനിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കരൻ. സാംസ്കാരിക നഗരിയുടെ സ്വന്തം സിനിമാ മേളയായ തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. കൈരളി, ശ്രീ തിയേറ്ററുകൾ ഉൾപ്പെടെ 7 വേദികളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ 45 ക്ലാസിക് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. IFFI ലോക സിനിമാ വിഭാഗത്തിൽ ശ്രദ്ധ നേടിയ 10 സ്ത്രീ സംവിധായകരുടെ സിനിമകളും പ്രദർശനത്തിന് എത്തുന്നുണ്ട്. അയൽ ദേശത്തെ പൂരത്തിനെത്താൻ കഴിയാത്ത സ്വന്തം ദേശക്കാർക്കായി നൂറ്റാണ്ടുകാലം മുമ്പ് തൃശൂർ പൂരത്തിന് തുടക്കമിട്ട ശക്തന്റെ പിന്മുറക്കാർക്ക് ആവേശത്തിൽ ഒട്ടും കുറവ് വന്നില്ല എന്നത് അതിശയോക്തിയല്ല. തിരുവനന്തപുരത്തും ഗോവയിലുമൊക്കെ നടക്കുന്ന ചലച്ചിത്രമേളകൾക്കുമപ്പുറം ലോക ക്ലാസിക്കുകൾ സ്വന്തം നാട്ടിൽ പ്രദർശിപ്പിക്കണമെന്ന തൃശൂരുകാരുടെ താല്പര്യത്തിൽ ഇത് 12ാം തവണയാണ് സാംസ്കാരിക നഗരിയിൽ മേള എത്തുന്നത്. 45 ക്ലാസിക് സിനിമകളുമായി എത്തുന്ന ചലച്ചിത്രോത്സവത്തിന് മന്ത്രി AC മൊയ്തീൻ തിരി തെളിയിച്ചു. ഇക്കുറി മേള മത്സരാധിഷ്ഠിതമാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലോക സിനിമാ വിഭാഗത്തിൽ ശ്രദ്ധ നേടിയ 10 സ്ത്രീ സംവിധായകരുടെ സിനിമകളും പ്രദർശനത്തിന് എത്തുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ മുഖ്യാതിഥിയായിരുന്നു. ഇന്നത് കണ്ടാൽ മതി, ഇന്നത് നിർമ്മിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലുകളും ഇത്തരം കൊച്ചു കൊച്ചു ഫിലിം സൊസൈറ്റികളിലൂടെ ഉണ്ടായി വരുന്ന ഒരു ആസ്വാദനത്തിന്റെ ആവിഷ്കാരത്തിന്റെ തലങ്ങൾ വളർന്നു വരേണ്ടതുകൂടിയാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ മീന ടി പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി പന്തളം നഗരസഭ 12 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അഗ്രോ ക്ലിനിക് നാശത്തിന്റെ വക്കിലായി. പട്ടികജാതി വിഭാഗത്തിനിടയിൽ കൃഷിയെ പരിപോഷിപ്പിക്കുകയായിരുന്നു അഗ്രോ ക്ലിനിക്കിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് അഗ്രോ ക്ലിനിക്.
കാർഷിക മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകുന്നതിനും തൊഴിൽ ലഭ്യമാക്കുന്നതിനുമായിട്ടായിരുന്നു പന്തളം നഗരസഭ 2004 അഗ്രോ ക്ലിനിക് ആരംഭിച്ചത്. പ്രധാനമായും പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനമായിരുന്നു ഇതിലൂടെ നഗരസഭ ലക്ഷ്യം വെച്ചതും. ട്രില്ലർ, ട്രാക്ടർ എന്നിവ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനും നെല്ല്, പച്ചക്കറികൾ, വെറ്റില തുടങ്ങിയ കൃഷി പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനായിരുന്നു നഗരസഭ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. എന്നാൽ 12 വർഷം മുമ്പ് ആരംഭിച്ച അഗ്രോ ക്ലിനിക് ഇന്ന് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അഗ്രോ ക്ലിനിക് നിർമ്മിക്കുകയും എന്നാൽ ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനവും അതുപോലെ അത് എപ്പോൾ നിലം പതിക്കുമെന്നുള്ള അവസ്ഥയിലുമാണ് ആ കെട്ടിടത്തിൻ്റെ സ്ഥിതി. അതിരമല കോളനിയിൽ മാത്രം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 100-ൽ പരം കുടുംബങ്ങളാണുള്ളത്. 12 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവർ കാർഷിക ആവശ്യങ്ങൾക്കായി കൃഷിഭവനിൽ എത്തിച്ചേരുന്നതും. ഇതായിരുന്നു അതിരമലയിൽ അഗ്രോ ക്ലിനിക് സ്ഥാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. എന്നാൽ കൃഷിവകുപ്പ് തുടർന്ന കടുത്ത അനാസ്ഥ കാരണം അതിരമല കോളനി നിവാസികൾക്ക് കാർഷിക മേഖലയിൽ പരിശീലനം നൽകുകയോ തൊഴിൽ നേടാനുള്ള അവസരം ഒരുക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, അഗ്രോ ക്ലിനിക്കിനോട് കടുത്ത അവഗണന കൂടിയാണ് തുടരുന്നത്. ഇതിന്റെ ഫലമായി ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ച അഗ്രോ ക്ലിനിക് നാശത്തിന്റെ വക്കിലുമെത്തി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. നന്മയുള്ളവരുടെ നടുവിലാണ് താനെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. CM എല്ലാം പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്മയുള്ളവരുടെ നാടിൻ്റെ നടുവിൽ നിൽക്കുകയല്ലേ. ശശികല തമിഴ്നാട് മുഖ്യമന്ത്രിയായേക്കും. നാളെ ചേരുന്ന അണ്ണാ DMK യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്ന് സൂചന. ഈ മാസം 7-നോ 8-നോ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നും സൂചനകൾ. ജയലളിതയുടെ തോഴിയും AIDMK ജനറൽ സെക്രട്ടറിയുമായ VK ശശികല തമിഴ്നാട് മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നാളെ നടക്കുന്ന MLA-മാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും. ഈ മാസം 8-നോ 9-നോ ശശികല മുഖ്യമന്ത്രിയാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ജയലളിതയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത പനീർശെൽവം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അമ്മയുടെ പിൻഗാമിയാകാൻ ചിന്നമ്മയ്ക്ക് യോഗ്യതയുണ്ടെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് പുറമെ മുഖ്യമന്ത്രി സ്ഥാനവും നേടാൻ ശശികല അനുകൂലികളുടെ സഹായം അഭ്യർത്ഥിച്ചതായി നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ജയലളിതയുടെ അടുത്ത സുഹൃത്തും സർക്കാർ ഉപദേഷ്ടാവുമായിരുന്ന ഷീല ബാലകൃഷ്ണൻ രാജിവെച്ചതിന് പിന്നാലെയാണ് ശശികലയുടെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നത്. കാലാവധി അവസാനിക്കാൻ 2 മാസം ബാക്കി നിൽക്കുകയായിരുന്നു രാജിക്ക് പിന്നിലെ കാരണം അവർ വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. ജയലളിത ആശുപത്രിയിലായതു മുതൽ സംസ്ഥാനത്തിന്റെ നിയന്ത്രണം തന്നെ ഷീലയുടെ കൈകളിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഇന്ന് 3-ാം ദിവസം. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. നോട്ട് നിരോധനം സൃഷ്ടിച്ച കടുത്ത തൊഴിലില്ലായ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പരിഹാരം കാണണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നോട്ട് നിരോധനം കടുത്ത തൊഴിലില്ലായ്മ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മറികടക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതിനായി പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കണം. കള്ളപ്പണം പിടിച്ചെടുക്കുകയും കിട്ടാക്കടം തിരിച്ചുപിടിക്കുകയും വേണം. അപ്പോൾ DYFI ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇന്നത്തെ ഡിമോണിറ്റൈസേഷന്റെ പശ്ചാത്തലത്തിലും തൊഴിൽ രഹിത വളർച്ചയുടെ പശ്ചാത്തലത്തിലും ഗവൺമെന്റ് ചെയ്യേണ്ടത് വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അന്യായമായ നികുതി ഇളവുകൾ അവസാനിപ്പിക്കണം. ഏതാണ്ട് 35 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ സർക്കാരിന് ധൈര്യവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ലിസ്റ്റ് സർക്കാരിന്റെ പക്കലുണ്ട്. ആ കള്ളപ്പണം പിടിച്ചെടുത്ത് ഇന്ത്യയിലെത്തിക്കുക. 8.5 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം, അതിൽ സിംഹഭാഗവും വൻകിടക്കാരുടേതാണ്, NPA. അത് തിരിച്ചുപിടിക്കണം. സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണത്തിനായി ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണം. കാമ്പസുകളിലെ ജാതി വിവേചനം തടയാൻ രോഹിത് വെമുലയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരണം. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക ബജറ്റ് വിഹിതം അനുവദിക്കണം. ഇവർക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വവർഗ ലൈംഗികതയെ ക്രിമിനൽ കുറ്റമായി കാണുന്ന മനോഭാവം മാറണം. ഇതിനായി ബോധവൽക്കരണ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പ്രതിനിധി സമ്മേളനത്തിൽ തുടരും. സംഘടനയിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ജാതി വിവേചനം ഇന്ത്യയിൽ എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ ശനിയാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശവുമായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിച്ചു. സമ്മേളനത്തിനായി കൊച്ചിയിലെത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവച്ചത്. പോർച്ചുഗൽ, ഗ്രീസ്, ക്യൂബ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവോയ് മുഖർജിയിൽ നിന്ന് പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം സമ്മതപത്രം ഏറ്റുവാങ്ങി. മാതൃകാപരമായ ഈ ദൗത്യത്തെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അഭിനന്ദിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം.പി. രാജേഷ് എം.പി. പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. To donate my organs upon my death for the treatment of others. അവയവദാനമെന്ന മഹത്തായ സന്ദേശം കൊണ്ടുകൂടി ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിന്റെ ഭാഗമായി. സമീർ വഴങ്ങോട്, കൊച്ചി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കലവറയിൽ ഒരുക്കുന്നത്. ജൈവ പച്ചക്കറികളും നാടൻ ചേരുവകളും ചേർത്ത് പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ വിഭവങ്ങൾ പാകപ്പെടുത്തുന്നത്. ദിവസേന 1500-ലധികം പേർക്കാണ് സമ്മേളന നഗരിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. സമ്മേളനത്തിനായി നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ജൈവ കൃഷിയുടെ വിളവ് ഉപയോഗിച്ചാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിൽ 200ഓളം തൊഴിലാളികൾ ചേർന്നാണ് പാകം ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണത്തിനായി ഇഡലി, ദോശ, ആലു ചപ്പാത്തി, പൂരി മസാല തുടങ്ങി വലിയ നിര തന്നെയുണ്ട്. ഉച്ചഭക്ഷണത്തിനായി കരിമീൻ, ബീഫ്, ചിക്കൻ, മട്ടൻ ഇങ്ങനെ നീളും വിഭവങ്ങളുടെ പട്ടിക. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകിയാണ് സദ്യ ഒരുക്കുന്നത്. തൈരും ദാലും അച്ചാറും 3 നേരവും ഇവർക്ക് വേണം. ഈ നോർത്തിൽ നിന്ന് വരുന്നവർക്ക് ദിവസേന 1500-ലധികം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള സ്വാദൂറും വിഭവങ്ങളാണ് 10ാമത് അഖിലേന്ത്യാ ഡിവൈഎഫ്ഐ സമ്മേളനത്തിനായി വിളമ്പിയത്. ക്യാമറാമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. കേരളത്തിന്റെ ഇന്നലകൾ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളന വേദിയിലെ ചരിത്ര ചിത്ര പ്രദർശനത്തിൽ. ആയിരങ്ങളാണ് ഓരോ ദിവസവും പ്രദർശനം കാണാൻ എത്തുന്നത്. കറുത്തിരുണ്ട നാളുകളിൽ നിന്നും പുതിയ വെളിച്ചത്തിലേക്ക് നാടിനെ കൈപിടിച്ച് നടത്തിയ ഇന്നലത്തെ പോരാട്ടങ്ങളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നിടുകയാണ് ചരിത്ര ചിത്ര പ്രദർശനം. വഴി നടക്കാനും വിദ്യ നേടാനുമായി കീഴാള ജന നടത്തിയ പോരാട്ടങ്ങൾ, കല്ലുമാലയും മറക്കുടയും വലിച്ചെറിഞ്ഞ സ്ത്രീ മുന്നേറ്റങ്ങൾ, അങ്ങനെ നാടിന്റെ ചരിത്രത്തെ വരകളിലൂടെയും വാക്കുകളിലൂടെയും വരച്ചിടുകയാണിവിടെ. വിജ്ഞാനദാഹികൾക്ക് മുതൽക്കൂട്ടാകുന്നതാണ് പ്രദർശനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളം എങ്ങനെ ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികൾ എന്തൊക്കെയാണ് എന്നിവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രോഹിത് വിമുല നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ഇതിനൊപ്പം പുസ്തക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ പ്രസാധകരുടെ സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ട്. യുവാക്കളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാൻ ഓരോ ദിവസവും എത്തുന്നത്. നാടിന്റെ അറിയപ്പെടാത്ത ചരിത്രം അനാവരണം ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര ചിത്ര പ്രദർശനം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം സാലി മുഹമ്മദ്. ഭരണഘടനയുടെ മതനിരപേക്ഷമായ അന്തസ്സത്തെ അട്ടിമറിക്കാൻ RSSും BJPയും ശ്രമിക്കുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ദേശീയതയുടെ ഉള്ളടക്കത്തിലേക്ക് ഹിന്ദു ദേശീയതയെ കൊണ്ടുവരാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ മതനിരപേക്ഷ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാരാട്ട്. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കലാണ് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നിരിക്കെ RSSന്റെ രാഷ്ട്രീയ വിഭാഗമായ BJP അധികാരം കൈയാളുന്നത് മതനിരപേക്ഷതയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി പ്രധാന കേന്ദ്രങ്ങളിൽ അവർ ആശയപ്രചാരണം നടത്തുന്നു. ജുഡീഷ്യറിയെ സ്വാധീനിക്കാനും ഇക്കൂട്ടർ ശ്രമിക്കുന്നു. ഹിന്ദു ദേശീയത അംഗീകരിക്കാത്തവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുന്ന പ്രവണത ഏറി വരുന്നുവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. RSS through the instrument of the BJP government has chalked out a long-term plan
for subverting the Indian Republic and the Constitution from within. അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മതനിരപേക്ഷ സംഗമത്തിൽ ജോൺ ഫെർണാണ്ടസ് MLA അധ്യക്ഷനായിരുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി, പി രാജീവ്, MB രാജേഷ്, M സ്വരാജ്, KN ബാലഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.